നീ ഒരു വിദേശിയെ പോലെ കരുതി ജീവിക്കണം ഈ ദുനിയാവിൽ. നീ നാട്ടുകാരൻ അല്ല. എല്ലാ കാലവും ജീവിക്കാനുള്ള നാടും അല്ല ഇത്. മറിച്ച് എപ്പോഴും ജീവിക്കാനുള്ള സ്ഥലം പാരത്രിക ലോകമാണ്, അവസാനമില്ലാത്ത കാലം. ആ അവസാനമില്ലാത്ത കാലം മുഴുക്കെ ജീവിതം ധന്യമാകണമെങ്കിൽ കാറ്റ് കിട്ടുന്നില്ല. അങ്ങോട്ടാക്കിയോണ്ട് അതിന് കാര്യമില്ല. മതി കുറച്ച് അതിങ്ങോട്ട് അടിയുണ്ട്. സൗണ്ട് ബുദ്ധിമുട്ടാവും. കുറച്ച് വേഗോട്ട് അവിടെ തന്നെ വെച്ചാൽ മതി. കുറച്ച് വേഗോട്ട് കുറച്ച് ഇങ്ങോട്ട് വെച്ച് കാറ്റ് ഇങ്ങോട്ട് വരാം. താഴോട്ട് മേലോട്ട് വരാം. ഓക്കെ മതി. നല്ല ചൂട്. ഞാൻ സാധാരണ അധികം വേണ്ട, എനിക്ക് പറ്റൂല. സാധാരണ ഓഫാക്കലാണ്. ഏത് കാര്യം ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴും അത് എന്റെ ആഖിറത്തിനെ ബാധിക്കുമോ ഇല്ലേ, ആഖിറത്തിൽ നന്മ ലഭിക്കുമോ ഇല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഏത് കാര്യത്തിലും ഇറങ്ങേണ്ടതും പുറപ്പെടേണ്ടതും പ്രവർത്തിക്കേണ്ടതും. പാരത്രിക ലോകത്ത് വിശ്വാസമില്ലാത്ത മനുഷ്യൻ അവൻ ഇവിടുത്തെ ജീവിതത്തെ മാത്രം കണ്ടുകൊണ്ടാണ് അവന്റെ ജീവിതം നയിക്കുന്നത്. അവന് പലപ്പോഴും ഒരു സമാധാനത്തിനും വകുപ്പില്ല. മുഅ്മിനായ മനുഷ്യന് ഏത് വിഷയമുണ്ടായിരുന്നാലും അവന് സമാധാനമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജബൽ ലി അംരിൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യന്റെ കാര്യത്തിൽ സന്തോഷിക്കുകയാണ്. അൽ-അംറു കുല്ലുഹു ലഹു ഖൈർ. എല്ലാ കാര്യവും അവന് ഖൈറാണ്. എന്തുകൊണ്ടാണ് എല്ലാ കാര്യവും ഖൈറാകുന്നത്? അവനെ സംബന്ധിച്ചിടത്തോളം അവന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ ആ പ്രയാസത്തിന്റെ പേരിൽ സബറ, അവൻ ക്ഷമിച്ചു നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഫയഖൂലു ഖൈറൻ ലഹു, അത് അവന് ഖൈറായി ഭവിക്കുന്നു. കാരണം ക്ഷമക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം വളരെ വലുതാണ്. അപ്പോൾ ഒരു മനുഷ്യന് രോഗമായാൽ, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസം വന്നാൽ, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, അവിടെയെല്ലാം ഇദാ അസാബതുഹു, അവന് ഏത് പ്രയാസം വന്നാലും ഇദാ അസാബതുഹു ദറാഉ സബറ,